തിരുമലയാകട്ടെ, തൊട്ടടുത്ത വലിയവിള വാർഡാകട്ടെ, തൊട്ട് പുന്നയ്ക്കമുകളാകട്ടെ, ഇതെല്ലാം അനിലിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനൊക്കെ RSSൻ്റെ സജീവ പ്രവർത്തകനാണ്. വ്യക്തിപരമായി എനിക്ക് തന്നെ അറിയാവുന്ന ഈ അനിലിൻ്റെ ചേട്ടനാണ് വേണു എന്ന് പറയുന്നത്. വേണുവൊക്കെ തന്നെ അനന്തപുരി ബാങ്കിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ്. ഒപ്പം തന്നെ ഈ തിരുമല അനിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്ന പലരുമാണ് അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തത്. അവർ ഇപ്രാവശ്യം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി പേര് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ BJPയുമായി ബന്ധപ്പെട്ട മനസ്സുള്ളവർ പോലും രാഷ്ട്രീയത്തിനതീതമായി ഗംഗയോട് പേഴ്സണലായി പലരും സംസാരിക്കുന്നുണ്ടായിരിക്കും, സപ്പോർട്ട് ഉണ്ടാകുമെന്ന്. അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഗംഗ? കാരണം കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിന് മുമ്പായി തന്നെ നമ്മുടെ LDFൻ്റെ കയ്യിൽ വളരെ സുരക്ഷിതമായിട്ടിരുന്ന ഒരു സ്ഥലം തന്നെയാണ് തിരുമല വാർഡ്. ഒരു 10 വർഷം, ആ 10 വർഷം അനിച്ചേട്ടൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും ആ BJPക്ക് അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷേ ചേട്ടൻ അങ്ങനെ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തി എടുത്തിരുന്നാലും ചേട്ടൻ്റെ പ്രസ്ഥാനം തന്നെ ചേട്ടനെ പിന്തള്ളിയതിൻ്റെ ഒരു വേദനയാണ് ചേട്ടൻ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത്. അത് വേറെ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായേക്കാം. അതൊന്നും ചികഞ്ഞു പോയി ഉള്ളൊരു വോട്ട് പിടുത്തം ഞങ്ങളുടെ LDF ആയിട്ട് വ്യക്തമായിട്ടില്ല. ഇല്ല. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ചേട്ടൻ്റെ വിയോഗത്തിലെ വളരെ വേദനാജനകമായിട്ടുള്ള ആ രാഷ്ട്രീയ പ്രസ്ഥാനം നോക്കാതെ തന്നെയുള്ള ഒരു പിന്തുണ എനിക്ക് ഉണ്ടാവും. എൻ്റെ തിരുമലക്കാരൻ എനിക്ക് തരും. അത് വോട്ടായി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ്